മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഇത്ര ക്രൂരത മനസ്സിൽ കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ തല ഇപ്പോഴും നേരെ ആവാത്തതുകൊണ്ടാ. ചികിത്സിച്ചത് മുഴുവൻ വെറുതെ ആയി. ഭ്രാന്ത് മാറിയില്ലെങ്കിലേ ഞങ്ങളുടെ ജീവിതം ചവിട്ടി അരയ്ക്കാനായി പിന്നെ തിരിച്ചു വരേണ്ട കാര്യം എന്തായിരുന്നു? കടന്നു പോയിക്കൂടെ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ? അയ്യോ, ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച എന്റെ മോന്റെ മനസ്സ് വേദനിപ്പിച്ച നീ മുടിഞ്ഞു പോകൂടി, മുടിഞ്ഞു പോവും. ഇറങ്ങി പോടി, ഇറങ്ങി പോകാം. പോയിക്കോ എങ്ങോട്ടെങ്കിലും. വെറുതെ എപ്പോഴും ചേച്ചിക്ക് ഒറ്റയ്ക്ക് വെറുതെ ഇരുന്ന് ആലോചിക്കലാണല്ലോ. ചിലപ്പോ ഇവിടെ വന്നിരിക്കും, ചിലപ്പോ മുറ്റത്ത് തന്നെ ഇരിക്കും, ചിലപ്പോ ഹാളില്, മുറ്റത്തെ കല്ലില്. ഇങ്ങനെ ഇരുന്നിരുന്ന് ആലോചിച്ചിട്ട് മടുക്കുന്നില്ലേ? ബോറടിക്കുന്നില്ലേ ചേച്ചിക്ക്? ആ, ഞാൻ ഇവിടെ അടുത്തിരുന്നോട്ടെ. പിന്നെന്താ, മോളിരിക്കും. ആ, തുളസിക്കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോയ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഒത്തിരി വിശേഷം ഉണ്ടല്ലോ, അതിലേതാ ഞാനിപ്പോ പറയാ? അതെ, സ്കൂളിലെ ചേച്ചിയെ പോലൊരു ടീച്ചർ ഉണ്ട് എനിക്ക്. എന്നെ വലിയ ഇഷ്ടാ. എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുതരും. ഇന്ന് ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോ ടീച്ചർ ചോദിക്കുവാ, തുളസി മോളുടെ വിസ്മയ ചേച്ചി എന്തിനാ ഈ വീട്ടില് തനിച്ചൊന്ന് താമസിക്കുന്നതെന്ന്. ചേച്ചിക്ക് ജോലിക്കൊന്നും പോയിക്കൂടെ എന്ന്. ചേച്ചിക്ക് അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നുമില്ലേന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. ചേച്ചിക്ക് അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇല്ലേ? ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ അവരുടെ അടുത്തേക്ക് പോക്കൂടെ? അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാലോ. ആ, വരാം. പക്ഷെ ചേച്ചി പോയാ തുളസിക്കുട്ടിക്ക് സങ്കടാവില്ലേ? എനിക്ക് സങ്കടാ. എന്നാലും ചേച്ചിയോട് ഒത്തിരി സ്നേഹമുള്ളവരുടെ അടുത്താവുമ്പോ ചേച്ചി ഹാപ്പി ആവില്ലേ? കരയാണോ? എന്തിനാ കരയുന്നേ? ഇല്ല, കരഞ്ഞതല്ല മോളെ, കണ്ണില് കരട് പോയതാ. ചേച്ചി കുറച്ചു നാള് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും കേട്ടോ. അന്ന് തുളസിക്കുട്ടിയും കൂടെ കൊണ്ടുപോവാം. അയ്യോ, അത് സൂപ്പർ. ജോലിക്ക് പോണം കേട്ടോ. പോവും. ജോലിക്ക് പോയിട്ട് മോളുടെ ടീച്ചറെ പോലെ മോൾക്ക് ഒത്തിരി ചോക്ലേറ്റ്സും ഉടുപ്പും ഒക്കെ വാങ്ങിച്ചു തരും കേട്ടോ. സത്യാണോ? സത്യം. സന്തോഷം കൊണ്ട് എനിക്ക് ചിരിയെടുക്കാൻ വയ്യ. ഞാൻ പോയി ഒക്കെ അമ്മയോട് പറയട്ടെ. ആ, നിക്ക്. അല്ല, തുളസിക്കുട്ടിയുടെ ചേട്ടായി എവിടെ? ആര്? അമ്മയുടെ കൊച്ചു തെമ്മാടിയോ? ആ സാധനം ദേ അവിടെ ഉണ്ട്. കയ്യിലെ മുറിവും തടവി തടവി ഇരിക്ക.
ഞാനിങ്ങോട്ട് വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. എന്നോട് വെറുപ്പാണോ എപ്പോഴും? സ്നേഹിക്കാനുള്ള കാരണത്തെക്കാൾ വെറുക്കാനുള്ള കാരണം കണ്ടുപിടിക്കുന്ന ആളാ ഞാൻ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാവുമ്പോ അല്ലേ? അപ്പൊ പിന്നെ പെണ്ണുങ്ങളോട് ഇത്രയും വലിയ വിരോധം ഉണ്ടായിട്ടും പെണ്ണായ എന്റെ ദേഹത്ത് അയാള് കൈവച്ചപ്പോ എനിക്ക് വേണ്ടി അയാളോട് വഴക്കിട്ടെന്തിനാ? നിന്നോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് തോന്നിയോ? ഇല്ല. ഏത് ടൈപ്പ് പെണ്ണാണെങ്കിലും എന്റെ കൺമുന്നിൽ ഉപദ്രവിക്കപ്പെടുമ്പോ ഞാൻ ഇടപെടും. അതെ, ഒരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ടാ. നിന്റെയൊക്കെ മനസ്സിൽ എനിക്ക് ഇടം നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇക്കാര്യം സംസാരിച്ച് വലുതാക്കണമെന്നില്ല. ഈ ചർച്ച ഇവിടെ തീർന്നു. അതെ, ഇയാളോട് എനിക്ക് സോഫ്റ്റ് കോർണർ വർക്കൗട്ട് ആയതുകൊണ്ടൊന്നും അല്ല. കല്ല് കൊണ്ടുള്ള മുറിവ കയ്യില്. വെറുതെ വെച്ചു കെട്ടിയാലൊന്നും പോരാ. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്ത് മരുന്ന് വെക്കണം. ഓ പിന്നെ ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇത്. ചേച്ചി, അമ്മയോട് ഞാൻ പറഞ്ഞു കേട്ടോ, വിസ്മയ ചേച്ചി നാട്ടിൽ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകുന്നു. എനിക്ക് ഒത്തിരി ചോക്ലേറ്റ് വാങ്ങി തരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ ചേച്ചി, നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴേ ഈ ചട്ടമ്മയും കൂടെ കൂട്ടണേ. അയ്യോ, തുളസിക്കുട്ടി, മോളുടെ ചേട്ടന്റെ കയ്യിലെ ഈ മുറിവുണ്ടല്ലോ, അത് പഴുത്ത് പണി കിട്ടി പ്രശ്നമായില്ലെങ്കിൽ ചേട്ടനെ നമുക്ക് കൊണ്ടുപോവാം കേട്ടോ. അയ്യോ, മുറിവ് പഴുക്കോ ചേച്ചി? പഴുക്കാതിരിക്കണമെങ്കിൽ ഒരു പണി ചെയ്യണം. മോള് പോയി ഒരു പേനയും കടലാസും എടുത്തോണ്ട് വന്നേ. ചെല്ല്. ആ, ഇപ്പൊ വരാമേ. നിന്ന് കാല് കഴിച്ചു. താൻ ഇവിടെ വന്നൊന്ന് ഇരിക്കുന്നുണ്ടോ? ചേച്ചി, മോളിരിക്കെ. സത്യയുടെ വയസ്സ് എത്രയാ? 29. ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണെങ്കിൽ പോവണ്ട. മുറിവില് പഴുപ്പ് കയറി ചോരയും ചലവും വന്ന് കിടന്നു പോകണ്ടെങ്കിലേ ദാ ഈ മെഡിസിൻസും കോട്ടനും രാവിലെ തന്നെ വാങ്ങിച്ചോണ്ട് വരണം. ഞാൻ ഡ്രസ് ചെയ്ത് തരാം. ദാ പിടിക്കുന്നേ. മരുന്ന് വെച്ച് ഡ്രസ് ചെയ്ത് കൊടുക്കാൻ ചേച്ചി എന്നാ നേഴ്സാ? നോക്കട്ടെ. എനിക്ക് പനി വന്നപ്പോ ഡോക്ടർ എഴുതിയ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതെന്ത് മാജിക്കാ? ഒരു പൊടിക്ക് മാജിക് ഒക്കെ ഈ ചേച്ചിയുടെ കയ്യിലും ഉണ്ടെന്ന് വെച്ചോ. MBBS സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ഒരു പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. അത് കൂടി കിട്ടിയ ഡോക്ടർ വിസ്മയ MBBS എന്ന ബോർഡ് തൂക്കും എന്റെ വീടിന് മുന്നില്. പിന്നെ ഇവിടേക്ക് വന്നതും ഇങ്ങനെയൊക്കെ ആയതും അത് ചുമ്മാ ഒരു പ്രേമത്തിൽ ചെന്ന് ചാടി തേപ്പ് കിട്ടി ലൈഫിന്റെ താളം തെറ്റിയില്ലായിരുന്നെങ്കിൽ മോളുടെ ഈ ചേട്ടനും ഡോക്ടറോ കളക്ടറോ ഒക്കെ ആവുമായിരുന്നു. അല്ലേ തുളസിക്കുട്ടി? പിന്നല്ലാതെ. ചേട്ടൻ സൂപ്പർ ആയിരുന്നു പണ്ട്. വാ. ജീവിതം തൊലയ്ക്കാനായിട്ട് ദുഷ്ടത്തരം കാണിക്കുന്ന നിങ്ങൾ എന്ത് മനുഷ്യനാ? ഒരാണാണോ നിങ്ങള്? ഈ വീടിന് ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? മോനെ വിനയ,
എന്താ മോനെ ഇത്? ഒന്നും കഴിക്കാതെ ഈ തണുപ്പത്ത് വന്നിരുന്നിട്ട് എത്ര നേരായി? എണീറ്റേ. മുത്തശ്ശി പോയി കിടന്നോ? ഞാൻ കുറച്ചേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. ഒരു കഥയും ബോധവും ഇല്ലാത്തൊരു പെണ്ണ് വല്ലതും വന്ന് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചിട്ട് മോൻ തളർന്നു പോവാൻ പാടുണ്ടോ? ആ നന്ദിയില്ലാത്തവൾക്ക് തമ്പുരാൻ കൊടുത്തോളും. മോൻ എണീറ്റ് വന്ന് വല്ലതും കഴിച്ച് മുറി ചെന്ന് കിടന്നേ. എനിക്കിപ്പോ ഒന്നും വേണ്ടാഞ്ഞിട്ടാ. അത്താഴപ്പെട്ടിന് കിടക്കാനാണോ ഭാവം? നീ കഴിക്കാത്തതുകൊണ്ട് രോഹിണി അവിടെ തുള്ളി വെള്ളം കഴിക്കാതെ കിടപ്പ. നിങ്ങൾ രണ്ടാള് മാത്രമാണെങ്കിൽ ഉറങ്ങാതിരിക്കേ പട്ടിണി കിടക്കേ തോന്നിയ പോലെ എന്ത് വേണേലും ചെയ്തു. പക്ഷേ രോഹിണിയുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. തള്ള കഴിക്കാതിരുന്ന പിള്ളയ്ക്കാ ദോഷം. രോഹിണി കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ ഊട്ടാനുള്ള പാലുണ്ടാവോ? പ്രസവിക്കുമ്പോ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവോ? അതാ സ്വന്തം കുഞ്ഞിനോട് ക്രൂരത കാണിക്കാതെ എണീറ്റ് വന്ന് കഴിക്കാൻ പറഞ്ഞത്. നീ കഴിച്ചാലേ നിന്റെ ഭാര്യ കഴിക്കൂ. വാ, നടക്ക്, വാ. അയ്യോ അമ്മേ, ഒന്ന് ഓടി വാ. ആരെങ്കിലും ഒന്ന് ഓടി വാ. വീണമോളാണല്ലോ, എന്താ പറ്റിയേ? എന്താ? ഒന്ന് വേഗം വാ. അമ്മേ, ഏട്ടാ, ഏട്ടാ, ഓടി വാ. വേഗം വാ. അയ്യോ ഈശ്വരാ. വീണേ? എന്താ? അയ്യോ അയ്യോ മോളെ, ഈശ്വരാ. ഇവനാരാ? വീട്ടുകാരനോ? നമുക്ക് വല്ല ബന്ധുത്വമുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ സഹായിക്കാനെന്നും പറഞ്ഞ് ഇവൻ ഈ വീട്ടിൽ കയറി നിരങ്ങേണ്ട കാര്യമില്ല. എന്താണ്ടാ ചന്തു ഒരുമാതിരി കപ്പല് പോയ കപ്പിത്താനെ പോലെ കയറി വന്നിരിക്കുന്നത്? കാശ് റെഡിയായ കാര്യം പോയി പറഞ്ഞ് ആ ഇലഞ്ഞിക്കൽക്കാരെ സുഖിപ്പിച്ചില്ലേ നീ? എന്നിട്ട് അവിടെ നിന്ന് ആശുപത്രിയിൽ പോയി ബില്ലും കെട്ടി അവിടെ നിന്ന് വണ്ടിയിൽ ടൗണിൽ ചെന്ന് കുഴിമന്തിയും കോഴിക്കാലും ആവശ്യത്തിന് വാങ്ങി വീണ്ടും ഇളഞ്ഞിക്കൽ ചെന്നിട്ട് അവിടെയുള്ള അവളുമാരെയും ആ പറട്ട നീലാണ്ടനെയും തീറ്റിച്ച് സന്തോഷിപ്പിച്ച് വന്നതിന്റെ ക്ഷീണമായിരിക്കും അല്ലേ? പൈസ കുറെ പൊട്ടി കാണുമല്ലോ. കാശ് പോയാലെന്താ, ആ പവർ വന്നില്ലേ? അവിടുത്തെ ഡോക്ടർ പെണ്ണിനെ കെട്ടാനുള്ള യോഗ്യത നിനക്കുണ്ടെന്ന് ആ ഇളഞ്ഞിക്കലുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആനന്ദനെത്തിക്കിനി എന്ത് വേണം? വിളിക്കടാ നീ ഡോക്ടറെ. കെട്ടി കുട്ടി ഉണ്ടായാൽ അതിനിടാനുള്ള പേര് ഇന്ന് രാത്രി തന്നെ ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. മതി ആശാനെ, ശവത്തിനെ നിങ്ങൾ ഈ കുത്തുന്നത് ഇനി മതി. ശവോ?
ആശാൻ ഇങ്ങനെ ഓവറാക്കണ്ട. എന്താടാ? സഹായിക്കാൻ തന്നെയാ ഞാൻ ഇലഞ്ഞിക്കിലേക്ക് പോയത്, അല്ലാതെ കടം ചോദിക്കാനൊന്നുമല്ല. ആ, വിമലേച്ചിക്ക് ഈ ചന്തു ആരാന്ന് അറിയാത്തതാണ് ആശാനെ. ആ വീട്ടിലൊരു അംഗത്തെ പോലെയാ ഞാൻ കഴിഞ്ഞതും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ആ സ്ത്രീ എടാ, അപ്പൊ വീണ്ടും കെട്ടിന്റെ പണി കിട്ടിയല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷെ ഇത്ര നേരത്തെ സംഭവിക്കുമെന്ന് കരുതിയില്ല. ഇതെന്താ? കത്തി. ആശാന് കത്തി മോനെ. വന്ന് വന്ന് നിന്റെ കാശും അവനക്ക് വേണ്ടാതായി അല്ലേ? ആശലായി. പാനം കടക്കുവോളം നിറയണ, പാനം കടന്നു എന്നാൽ കുരയണ. നന്ദി കേട്ട കുടുംബം. എല്ലാരും ആശ ഇങ്ങനെ കിട്ടിയില്ലേ? നിറം തലയിൽ തല കിട്ടിയില്ലേ നിനക്ക്? എടാ വിവരദോഷി, നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഡോക്ടർ പെണ്ണിനും നിന്നെ വേണ്ട, അവരുടെ വീട്ടുകാർക്കും നിന്നെ വേണ്ടെന്ന്. എന്നിട്ട് ഇങ്ങനെ നാണം കെട്ട് നീ സഹായിക്കാനും താങ്ങാനും ഒക്കെ പുറകെ നടക്കുന്നത് കണ്ടാൽ അവർക്ക് നിന്നോട് പുച്ഛമേ തോന്നും. ഞാനെന്നേ പറഞ്ഞു എടുത്തതാ, ഇന്ന് നിനക്ക് അനുഭവത്തിൽ വന്നപ്പോ അറിഞ്ഞു, അത്ര തന്നെ. എന്തായാലും ഇപ്പൊ നീ സങ്കല്പ ലോകത്തുനിന്നും തലയും കുത്തി വീണ് നിലംപരിശായി കിടക്കുകയാണല്ലോ. പറഞ്ഞ ഒഴിച്ചു തരട്ടെ? ഒന്ന് വീശി ഉറങ്ങി എണീറ്റാൽ എല്ലാം ശരിയാവും. ഒഴിക്കട്ടെ? വേണ്ട. എന്നാലും വിസ്മയുടെ വീട്ടിൽ എനിക്കിങ്ങനെ ഒരു താങ്ങാൻ പറ്റുന്നില്ല ആശാനെ, താങ്ങാൻ പറ്റുന്നില്ല. എടാ, ഡോക്ടർ പെണ്ണിന്റെ വീട്ടുകാര് കാണിക്കുന്ന നന്ദികേട് വീട്. അവള് തന്നെ നിന്റെ മുഖത്തടിക്കും പോലെ ചോദിച്ചില്ലേ നീ ആരാന്ന്? നിന്നെ എത്ര വട്ടം അവള് തള്ളി പറഞ്ഞു, എന്നിട്ടും നീ അവളുടെ പുറകെ നടന്നില്ലേ? അതിനുള്ളതാ ഇപ്പൊ കിട്ടിയത്. എനിക്കെന്തായാലും സന്തോഷായി. എടാ ചന്തു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡോക്ടർ പെണ്ണിനെയും അവളുടെ വീട്ടുകാരെയും നീ മനസ്സിൽ നിറക്കിവിടാൻ സമയമായി. ഇനിയും നീ അവളെ വിളിച്ചും ഒളിപ്പിച്ചും നിശബ്ദ കാമുകനായി പുറകെ നടന്ന് സമയം പാഴാക്കിയാൽ അത് നിന്റെ നാശത്തിനായിരിക്കും. ഈ രാത്രി തന്നെ നിർത്തിക്കുമല്ല, ഒരെണ്ണം വീശി സുഖമായി ഉറങ്ങി കാലത്തെണീറ്റ് സ്വന്തം പാടോക്കി ജീവിക്കാൻ നോക്ക്. ഡോക്ടർ പെണ്ണിനെ ഇനി മേലിൽ വിളിക്കരുത്. അവള് വിളിച്ചാ ഇനി എടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുമെന്ന് വാക്കുതാ എനിക്ക്. എനിക്ക് പറ്റില്ല ആശാനെ. വിസ്മയെ വിളിച്ചാ ഞാൻ എടുത്തു പോവും. അവളുടെ ശബ്ദം കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരിയാ, ചിലപ്പോൾ എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല കുഴപ്പത്തിനും ചെന്ന് പെടാതിരിക്കാൻ കൂടെ നിന്ന് അങ്ങനെ മതി. അങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റൂ. ദാ കിടക്കുന്നു. എടാ, നിനക്കൊരു ജീവിതം ഇല്ലടാ. പ്രേമഭ്രാന്തമായി അലഞ്ഞു തിരിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് നീ ചാവും. അത് ഞാൻ കാണും. അതാ കഷ്ടം. അവൻ്റെ അടുത്തൊക്കെ നിന്നെ രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരു മനുഷ്യനും സാധിക്കില്ല. നീ തീർന്നടാ, തീർന്നു. അതെ, ഞാൻ തീർന്നു. പക്ഷേ ആ തീരല്ല എന്നും എനിക്കൊരു സുഖം ഉണ്ടായിരുന്നു ആശാനെ. കാരണം ഞാൻ തീരുന്നത് വിസ്മയ്ക്ക് വേണ്ടിയാ. ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടി തീരാൻ. അതാ എന്റെ സന്തോഷവും. ആ സന്തോഷം മതി എനിക്ക്. ആ സന്തോഷം മതി.